ഓക്കെ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ ഇന്നത്തെ സെഷന്റെ തീം എന്ന് പറയുന്നത് അഡ്വാൻസിങ് ഇൻ ടു പ്രൊഫഷണൽ ഇംഗ്ലീഷ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ലാസ്റ്റ് വീക്ക് ഐ എം ഫൈൻ, താങ്ക് യു മറിയം, ഐ എം ഫൈൻ. ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വീക്ക് നമ്മൾ കുറച്ചും കൂടെ സ്ലാങ്ങും ജാർഗൻസും കുറച്ചും കൂടെ ഒരു ഇൻഫോർമൽ സംഭവങ്ങളായിരുന്നില്ലേ നോക്കിയത്. ബട്ട് ടുഡേ നമ്മൾ കുറച്ചും കൂടെ എങ്ങനെ പ്രൊഫഷണൽ ആവാം, സ്ലാങ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതാണ് ഇന്നത്തെ തീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? തുടങ്ങാം. ആൻഡ് ബിഫോർ ഐ സ്റ്റാർട്ട്, ഈ ഒരു വീക്കിലെ ദാറ്റ് ഇസ് ലാസ്റ്റ് Tuesday to this Tuesday, last Tuesday, last Wednesday to this Tuesday, എല്ലാ ആക്ടിവിറ്റിയും ചെയ്തവർ ഒരു തംസ് അപ്പ് തരൂ. ഈ ഒരു 1 week 7 days ചെയ്തവർ എനിക്ക് തംസ് അപ്പ് തന്നെ. ഓക്കെ, സം ഓൺലി ഡൺ എന്ന് പറയില്ല, ഐ ഓൺലി ഡിഡ് സം ഓഫ് ദം എന്നാണ് കേട്ടോ പറയാ. സം ഓൺലി ഡൺ എന്നുള്ളത് ഒരു കറക്റ്റ് യൂസേജ് ആവില്ല. ഇനി മുതൽ നിങ്ങൾ എനിക്ക് ഇതിൽ കമന്റ്സ് തരുമ്പോ കറക്റ്റ് ഒരു സെന്റൻസ് ഫോം ചെയ്ത് തരാൻ നോക്കുക. അപ്പൊ എനിക്ക് നിങ്ങളുടെ അതിലത്തെ മിസ്റ്റേക്സും കറക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഐ ഓൺലി ഡൺ അല്ല, ഐ ഓൺലി ഡിഡ് ആണ് കേട്ടോ വരിക. ഐ ഓൺലി ഡിഡ് സം ഓഫ് ദി ആക്ടിവിറ്റീസ്. സോ യു പീപ്പിൾ ഹാവ് ടു ഇംപ്രൂവ്. കാരണം നിങ്ങൾക്ക് തരുന്ന ടാസ്കുകളെല്ലാം നിങ്ങളുടെയും കൂടെ സജഷൻസ് എടുത്തിട്ടാണ് തരുന്നത്. ആൻഡ് ഓൾസോ 2 to 3 minutes എടുക്കുന്ന ടാസ്കുകളാണ് നിങ്ങൾക്ക് തരുന്നത്. സോ പ്ലീസ് അത് ഫോളോ അപ്പ് ചെയ്യാൻ നോക്കൂ കേട്ടോ. അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീക്ക്ലി ക്ലാസ്സസും നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. ഓക്കെ ഓക്കെ, വെരി ഗുഡ് മറിയം, കറക്റ്റ് സെന്റൻസ് ആണ് കേട്ടോ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് ഫോർ ടുഡേ. സോ ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത് പ്രൊഫഷണൽ ലാംഗ്വേജ്, വർക്ക് പ്ലേസിൽ യൂസ് ചെയ്യുന്ന മെയിൻ ലാംഗ്വേജസ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ദെൻ നമ്മളിപ്പോ എല്ലാ വീക്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാറില്ലേ? ലാസ്റ്റ് വീക്ക് നമ്മളൊരു ഡിബേറ്റ് കളിച്ചു. അതുപോലെ ഈ വീക്ക് റോൾ പ്ലേ ആണ്. ദാറ്റ് ഇസ് നമ്മൾക്ക് ഇവിടെ ഒരു കറക്റ്റ് റോൾ പ്ലേ ചെയ്യാൻ സാധിക്കില്ല, എന്നാലും പറ്റുന്നത് പോലെ നമ്മൾ ഇവിടെ ചെയ്യും. ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ റോൾ പ്ലേ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് അഡ്വാൻസ്ഡ് റൈറ്റിംഗ് സ്കിൽ, ഇമെയിൽ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. ദെൻ ആസ് യൂഷ്വൽ ക്വസ്റ്റൻ ആൻസർ സെഷൻ ആൻഡ് ക്ലോസിംഗ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഒരു ദിവസം ടാസ്ക് ഇതായിരുന്നു അല്ലെ, നിങ്ങളുടെ ഫീൽഡ് ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണോ ആ ഇൻട്രസ്റ്റിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് അയച്ചു തരാൻ. സോ ഇവിടെ കോമൺ ആയിട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഇട്ടേക്കുന്നത്. ബിക്കോസ് ഇവിടെ നമ്മൾ പല പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ ഒരു പ്രൊഫഷൻ ടീച്ചിങ് അല്ലെങ്കിൽ മെഡിക്കൽ, ബിസിനസ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വലിയ ഉപകാരത്തിൽ പെടാതെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ, എല്ലാ ഇൻഡസ്ട്രിയിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ വേർഡ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് എവിടെയും യൂസ് ചെയ്യാൻ പറ്റിയ വേർഡ്സ് ആണ് ഇതൊക്കെ. സോ ഞാൻ ഓരോ വേർഡ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ പറ്റിയ സെന്റൻസ് എനിക്ക് ഉണ്ടാക്കി തരണം. ഓക്കെ, ഒരു ഫസ്റ്റ് വണ്ണിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ബാക്ക് ബേർണർ. ബാക്ക് ബേർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്രയോറിറ്റൈസ് ടാസ്ക്. പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ മുഖ്യമായിട്ട്, അല്ലെങ്കിൽ ആദ്യം ഇത് ചെയ്തു തീർക്കണം. നിങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് ആണ്. അല്ലെങ്കിൽ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് കസ്റ്റമർ മാനേജ്മെന്റ് ആണ് എന്നൊക്കെ പറയും. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടാവും അല്ലെ. സോ നമ്മളുടെ പ്രൈം ഡ്യൂട്ടിനെയാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ബാക്ക് ബേർണർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തെ ഡീപ്രയോറിറ്റൈസ് ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ, കമ്പനിയുടെ മാനേജർ പറയണം, we have got a new task to be completed within a work, so please backburn all other activities, അല്ലെങ്കിൽ keep all other activities to the back burner. ഓക്കെ, നമ്മൾക്ക് ഒരു 1 വീക്കിൽ തീർക്കേണ്ട ഒരു ഡെഡ് ലൈൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും ഒന്ന് ബാക്ക് ബേർണറിലേക്ക്, ഒന്ന് ഡീപ്രയോറിറ്റൈസ് ചെയ്യാൻ. സെന്റൻസ് ക്ലിയർ ആണോ? സോ ഇതുപോലത്തെ സെന്റൻസുകൾ ഉണ്ട്. ഐ നീഡ് all of you to make an example with using the word back burner. ബാക്ക് ബേർണർ എന്ന വേർഡ് യൂസ് ചെയ്ത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് അയക്കുക. ബാക്ക് ബേർണർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തൽക്കാലത്തേക്ക്. ബാക്ക് ബേർണർ ഒന്നും കൂടെ പറയാം. ഓക്കെ, നമ്മളൊരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾക്ക് അതിനേക്കാൾ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് വന്നു. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കിനെ തൽക്കാലം നമ്മൾ മാറ്റി വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതിനെ ചെയ്യാണ്. സോ നിങ്ങളുടെ കമ്പനിയുടെ മാനേജർ നിങ്ങളുടെ അടുത്ത് പറയാണ്,
We have a task to finish in a week. So please keep all other activities to the back burner. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തീർക്കേണ്ട ഒരു ടാസ്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ ബാക്ക് ബേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ തൽക്കാലത്തിന് ഒന്ന് ഡീപ്രയോറിറ്റൈസ് ചെയ്യുക. The last month, my back burner was preparing final statement because the year end. No, Fasna, the sentence is not clear. എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. Yes, Shaju's sentence is correct. We will put this project in the back burner. Very good. തൽക്കാലം നമുക്കിത് മാറ്റി വെക്കാം എന്നുള്ളത്. Very good. I backburned my gardening hobby for my speech competition. Okay, very good. The sentence is correct. നിങ്ങൾ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ സെറ്റപ്പിലുള്ള സെന്റൻസുകൾ തന്നെ എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. ഒരു കോണ്ടെക്സ്റ്റുവൽ യൂസ്, ഇത് എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ യൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും. നെക്സ്റ്റ് വീക്ക് ഈസ് എ വെക്കേഷൻ എന്ന് പറയില്ല, നെക്സ്റ്റ് വീക്ക് ഇസ് വെക്കേഷൻ എന്നാണ് പറയാ. ലെറ്റ്സ് backburn all the leisure activities and do something meaningful this time. Okay, very good. I have to submit my monthly report, so I backburnt my daily activity. Okay. എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് ബാൻഡ്വിഡ്ത്ത്. ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഒരു വർക്കിംഗ് കപ്പാസിറ്റി, അതായത് ഒരു ദിവസം എത്ര വർക്ക് എടുക്കാൻ അല്ലെങ്കിൽ ഒരു മന്ത്ലി എത്ര വർക്ക് എടുക്കാൻ, അതായത് ഇപ്പോ മാനേജേഴ്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അരുണിമക്ക് നമ്മൾക്ക് ഈ ജോബ് കൊടുക്കാം, പക്ഷെ അരുണിമക്ക് അതിനുള്ള ബാൻഡ്വിഡ്ത്ത് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അരുണിമക്ക് ആ ഒരു ജോലി ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റിയും അറിവും കഴിവും സ്കിൽ ടാലന്റ് നോളജ് എന്നതൊക്കെ ഒരാൾക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ടീമിനെ നമ്മൾ അത് ഏൽപ്പിക്കുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് എനിക്കൊരു ടീമിനെ ഏൽപ്പിക്കണം. സോ ഞാൻ ആലോചിക്കുകയാണ്, ദാറ്റ് ടീം ഹാവിംഗ് ദ ബാൻഡ്വിഡ്ത്ത് ഫോർ ദാറ്റ്, അവർക്ക് അതിന് മാത്രമുള്ള ഒരു കഴിവുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നതിനെയാണ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുക. ഓക്കെ, I doubt whether the company is having the bandwidth to manage my advertisement. I doubt whether the company is having the bandwidth to manage my advertisement. എന്റെ അഡ്വർടൈസ്മെന്റ്സ് മാനേജ് ചെയ്യാനുള്ള ബാൻഡ്വിഡ്ത്ത് കമ്പനിക്ക് ഉണ്ടോ എന്ന് ഞാൻ ഡൗട്ട് ചെയ്യണം. അതാണ് എന്റെ സെന്റൻസ്. നൗ ഐ വാണ്ട് യുവർ സെന്റൻസ്. ടീം ഇതിലാകെ കുറച്ചു പേരാണ് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് അവർ മാത്രമാണ് റിപ്പീറ്റഡ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. ഐ വോണ്ടഡ് ആൻ ഈക്വൽ പാർട്ടിസിപ്പേഷൻ. തെറ്റിക്കോട്ടെ, ഇത് തെറ്റുണ്ടാക്കാനുള്ള സ്ഥലമാണിത്. തെറ്റുണ്ടാക്കിയാലേ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ഇവിടെ കറക്റ്റ് ആൻസേഴ്സ് തന്നു കഴിഞ്ഞാല് പിന്നെ ഐ ഹാവ് നോ ജോബ്, എനിക്കിവിടെ പണിയില്ലാണ്ടാവും. Our team has the bandwidth to accept more responsibilities. Very good. നല്ല സെന്റൻസ് ആണ്. എന്റെ ടീമിന് ഇനിയും കൂടുതൽ വർക്ക് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് സെന്റൻസ് മീനിങ്. ഓക്കെ, ആൻഡ് ഇൻ കേസ് സെന്റൻസ് ഇടാത്തവര്, സെന്റൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തവര് ചാറ്റ് ബോക്സിൽ സെന്റൻസുകൾ വാച്ച് ചെയ്യാം കേട്ടോ. I trust the crew as they have enough bandwidth. Very good, Malavika. Good sentence. We should ask if Amrita can bandwidth any more work. അമൃത ക്യാൻ ബാൻഡ്വിഡ്ത്ത് എന്നല്ല, അങ്ങനെ ചോദിക്കില്ല കേട്ടോ. നിനക്ക് അതിനുള്ള ബാൻഡ്വിഡ്ത്ത് ഉണ്ടോ എന്ന് നമ്മൾ ഒരാളുടെ അടുത്ത് പോയി ചോദിക്കില്ല. ഓക്കെ, അങ്ങനെ ഒരു സെന്റൻസ് ഫോം ചെയ്യില്ല. The new teacher proved her bandwidth so that the principal made her in charge of the school Christmas program. Okay, very good. Okay, very good. Almost എല്ലാവർക്കും ബാൻഡ്വിഡ്ത്തിന്റെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ബ്രെയിൻ ഡംപ്. ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നുള്ളത് നമ്മൾ കേട്ടില്ലേ. എന്തിനെങ്കിലും കുറിച്ച് ഭയങ്കര ഗാഢമായി ചിന്തിക്കുക, അല്ലെങ്കിൽ നമുക്കിപ്പോ ഓണം സെലിബ്രേഷൻ നടത്തണം, എങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കണം, പക്ഷെ എന്ത് പ്രൊഡക്റ്റ് ആയിരിക്കും, അത് മറ്റുള്ളതിൽ നിന്ന് വെറൈറ്റി ആയിരിക്കട്ടെ. എല്ലാവരും ഇറക്കുന്ന അതേ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ. സോ പുതിയൊരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഒരു ടീമായിട്ട് ഒത്തുചേർന്ന് ഡിസ്കസ് ചെയ്ത് എല്ലാ ഐഡിയാസും നോട്ട് ഡൗൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് അല്ലെങ്കിൽ ബ്രെയിൻ ഡംപിംഗ് അല്ലെങ്കിൽ ബ്രെയിൻ ഡംപ് എന്ന് പറയുന്നത്. ഓക്കെ, we immediately need to have a brain dump on our new product. We immediately need to have a brain dump on our new product. നമ്മൾ എത്രയും വേഗം നമ്മുടെ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു ബ്രെയിൻ ഡംപ് നടത്തണം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ സെർച്ച്, ഐഡിയകളുടെ ഒരു ഹണ്ട് നടത്തണം. അത് ടീമായിട്ടാണ് നമ്മൾ പൊതുവെ ബ്രെയിൻ സ്റ്റോമിങ്ങും ബ്രെയിൻ ഡംപിങ്ങും ഒക്കെ ചെയ്യാം. So give me your sentences. She is always brainstorming to perform a program. Okay, sentence is correct.
We need a brainstorming idea to sustain our business. Yes, very good. I am the one who brain dumped the project ideas. നമ്മൾ അങ്ങനെ പറയില്ല. I am the one who actually brain dump and brainstorming എന്നൊക്കെ പറയുന്നത് ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ കുറച്ചും കൂടി ഒരു ടീം വർക്ക് ആണ്, ഇൻഡിവിജ്വൽ അല്ല. ഓക്കെ, ഐ ബ്രെയിൻ സ്റ്റോം ഫോർ മൈ റിസർച്ച് എന്നൊക്കെ പറയുന്നത് ഇൻഡിവിജ്വൽ തന്നെയാണ്. പക്ഷെ ഒരു പ്രൊഫഷണൽ വർക്ക് സ്പേസിൽ അത് കുറച്ചും കൂടി ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. The new batch of interns need a brain dumping at the earliest. Okay, they have been brainstorming for their business proposal. Okay, good. The team generated innovative solutions after a brief brainstorm. Okay, very good. Okay, so ഏകദേശം എല്ലാവർക്കും ഈ വേർഡ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിൽ ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. സോ ഇനി നെക്സ്റ്റ് വേർഡ്സിന് സെന്റൻസസ് വേണ്ട. ഞാൻ നിങ്ങൾക്ക് ഈ വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞു പോവാം. ഓക്കെ, ബിക്കോസ് നമ്മൾ ടൈം കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാനുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് കോമ്പീറ്റൻസ്. ഒരാൾ കോമ്പീറ്റന്റ് ആണോ? അത് ഡയറക്റ്റ് ചോദിക്കാം. ആർ യു കോമ്പീറ്റന്റ് ഇനഫ് ടു ടേക്ക് അപ്പ് ദ ടാസ്ക്? ഈ ടാസ്ക് എടുക്കാൻ നീ കോമ്പീറ്റന്റ് ആണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നാണ്. ഓക്കെ, ഇറ്റ്സ് എ ടീം കോമ്പീറ്റന്റ്. ഓൾമോസ്റ്റ് ബാൻഡ് വിത്തിന്റെ മറ്റൊരു വേർഡ് ആണ് കോമ്പീറ്റന്റ്. പക്ഷെ കോമ്പീറ്റന്റ് എന്നതിന്റെ കറക്റ്റ് മീനിങ് സ്കിൽ, കഴിവുണ്ടോ. പക്ഷെ ബാൻഡ് വിത്ത് എന്നത് കുറച്ചും കൂടെ കപ്പാസിറ്റി ആണ്. നമ്മൾക്ക് അതിനുള്ള അറിവും കഴിവും അതിനുള്ള റിസോഴ്സസും ആ ഒരു കമ്പനിക്ക് അതിന്റെ ബാൻഡ് വിത്ത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും കൂടെ നോക്കും. ആ കമ്പനിക്ക് അത്രമാത്രം ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് കൊണ്ട് നമ്മളൊരു കമ്പനിയുടെ ബാൻഡ് വിത്ത് നോക്കുമ്പോൾ. ബട്ട് ഇവിടെ കോമ്പീറ്റൻസ് നമ്മൾ പലപ്പോഴും ഒരു എംപ്ലോയിയുടെ സ്കില്ല് നോക്കാൻ വേണ്ടി പറയുന്ന വേർഡാണ് കോമ്പീറ്റൻസ്. യെസ്, ഡു യു ഹാവ് കോമ്പീറ്റൻസി ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അത്യാവശ്യം നല്ല കഴിവുണ്ടോ എന്നാണ് അതിന്റെ മീനിങ്. നെക്സ്റ്റ് ഇസ് വൺ പേജർ. ഫോർ എക്സാമ്പിൾ, ഐ കൻ ടെൽ യു, പ്ലീസ് സബ്മിറ്റ് എ വൺ പേജർ ആഫ്റ്റർ ടുഡേസ് ക്ലാസ്. അതായത് ഇന്നത്തെ ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഒരു വൺ പേജർ സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമ്മറി ബ്രീഫ് ആക്കുക. ഇപ്പോ ഓരോ കമ്പനിയിൽ ഓരോ പ്രോജക്റ്റ് വരും. പ്രോജക്ട്സിന്റെ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ബി 30-40 പേജസ് വെയർ മാനേജേഴ്സ് കനോട്ട് റീഡ്. അത്രയും വലുത് മാനേജേഴ്സിന് വായിക്കാൻ ടൈം ഉണ്ടാവില്ല. സോ ദ മാനേജേഴ്സ് മൈറ്റ് ടെൽ, പ്ലീസ് മേക്ക് ദിസ് പ്രപ്പോസൽ എ വൺ പേജർ, അല്ലെങ്കിൽ പ്ലീസ് മേക്ക് എ വൺ പേജർ ഓഫ് ദിസ് പ്രപ്പോസൽ. ഓക്കെ, അതായത് എന്തെങ്കിലും കാര്യത്തിനൊന്ന് സമ്മറൈസ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് പാരഡിം ഷിഫ്റ്റ്. പാരഡിം എന്ന് പറയുന്നത് ഐഡിയ, അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവില്ലേ. മൈ കമ്പനി ഫോളോസ് സച്ച് എ പാരഡിം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കമ്പനി ഫോളോ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്, അപ്രോച്ച് ഇങ്ങനെയാണെന്നാണ്. ഓക്കെ, കമ്പനി പറയാണ്, ടു ഹാവ് മോർ പ്രോഫിറ്റ് വി നീഡ് ടു ഹാവ് എ പാരഡിം ഷിഫ്റ്റ്. അതായത് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ രീതികൾ മാറ്റണം, നമ്മുടെ പാരഡിമിൽ ഒരു ഷിഫ്റ്റ് വരണം. Okay, that is change in approach or perspective. Next is traction. Traction എന്ന് പറഞ്ഞാല് കൂടുതൽ പോപ്പുലർ ആവുക, ജനങ്ങൾക്കിടയിൽ കൂടുതൽ അറിയപ്പെടുക. Okay, we need to gain more traction in the common public. We need to gain more traction in the common public എന്ന് പറയുകയാണെങ്കിൽ കമ്പനിയുടെ കോമൺ സാധാരണക്കാരുടെ ഇടയിൽ നമ്മൾ ഇനിയും കൂടുതൽ അറിയപ്പെടേണ്ടതുണ്ട്. നെക്സ്റ്റ് ഇസ് ബ്ലൂ സ്കൈ തിങ്കിങ്. ബ്ലൂ സ്കൈ തിങ്കിങ് എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ആലോചിക്കുക. ഓക്കെ, ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത് നമ്മൾക്കുള്ള ഐഡിയകൾ എല്ലാം എഴുതി വെച്ച് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയ ഐഡിയ ചൂസ് ചെയ്യാന്നാണ്. പക്ഷെ ബ്ലൂ സ്കൈ തിങ്കിങ് ഇസ് ഡിഫറെന്റ്. എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഇതുവരെ ആരും ചെയ്യാത്ത യുണീക്ക് ആയിട്ട് പുതിയൊരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഒരു ഐഡിയ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്യാം. അതിനെയാണ് ബ്ലൂ സ്കൈ തിങ്കിങ്. ഓക്കെ, we need to introduce a product after blue sky thinking എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ഇറക്കേണ്ടതുണ്ട് എന്നാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഇസ് ടൈഗർ ടീം. അതാ പേര് പുലിക്കുട്ടികൾ എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് തന്നെയാണ് കേട്ടോ ടൈഗർ ടീം. ദാറ്റ് ഇസ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ എക്സ്പേർട്ട് ആയവരെ. ഓക്കെ, വി നീഡ് ടു ഫോം എ ടൈഗർ ടീം to do a research in this area. ഈ ഏരിയയിൽ ഒരു റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് എക്സ്പേർട്ടുകൾ, അതായത് എക്സ്പേർട്ടുകളുടെ ഒരു ടീം ഉണ്ടാക്കുന്നതിനെയാണ് ടൈഗർ ടീം എന്ന് പറയുക. ഓക്കെ, സോ കുറച്ച് വേർഡ്സ് കിട്ടിയില്ലേ? ഈ എല്ലാ വേർഡ്സും എല്ലാവർക്കും ക്ലിയർ അല്ലേ? പ്ലീസ് കം ഇൻ ദ ചാറ്റ് ബോക്സ്. എല്ലാ വേർഡ്സും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഗിവ് മീ എ തംസ് അപ്പ്.
ഇഫ് നോട്ട് ഡൗട്ട്സ് ഉള്ളത് ചോദിക്കൂ. ഓക്കെ, നമ്മളിപ്പോ എല്ലാ ക്ലാസ്സിലും ഒരുപാട് വൊക്കാബുലറി പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വെറുതെ പഠിച്ചു പോയാല് വെറുതെ ഇങ്ങനെ പോലെ നടക്കുള്ളൂ. സോ ഇത് നിങ്ങൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നില്ലെങ്കിൽ റിവൈസ് എങ്കിലും ചെയ്യണം. ഓക്കെ, ബ്ലൂ സ്കൈ ബ്രെയിൻ ഡംപ് ഡൗട്ട് ഉണ്ടല്ലോ കുറെ പേർക്ക്. ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കമ്പനിയിലെ ഒരു ടീം ഒരുമിച്ച് കൂടി ആലോചിച്ചിരുന്ന് ഐഡിയാസ് ഉണ്ടാക്കുന്നതിനെ. ഓക്കെ, അതായത് മാനേജർ എന്ന് പറയണം നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഒരു പുതിയ ഐറ്റം, ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. നിങ്ങളുടെ ഐഡിയാസ് എന്താണ്? സോ എല്ലാരും കൂടി ഇരുന്ന് ഇങ്ങനെ ഒരാളുടെ ഐഡിയയിൽ നിന്നായിരിക്കും ചിലപ്പോൾ മറ്റൊരാൾക്ക് ഐഡിയ വരുന്നത്. സോ ആ ഒരു ടീം പ്രോസസ്, എല്ലാരും കൂടി ഇരുന്ന് കുറെ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് ബ്രെയിൻ ഡംപ് ചെയ്യുക അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റോമിംഗ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതി മാറ്റുക, അതായത് നമ്മളുടെ ഐഡിയയിൽ തന്നെ ഒരു വ്യത്യാസം വരുത്തുക. The company has to change its paradigm, or we need to have a paradigm shift for a better profit. Blue sky thinking in a sentence. The robot was created after a blue sky thinking. അല്ലെങ്കിൽ the robot was invented after a blue sky thinking. ഒരു ഭയങ്കര ക്രിയേറ്റീവ് ആയ ഒരു പ്രോബ്ലം സോൾവിങ്ങിന് ശേഷമാണ് ഈ ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ബാക്ക് ബേണർ നമ്മൾ ആദ്യം, ബാക്ക് ബേണർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി മാറ്റി വെച്ച് മറ്റൊരു ആക്ടിവിറ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, കമ്പനിയിൽ എന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ബട്ട് മറ്റൊരു ടാസ്ക് വരികയും സോ എല്ലാരെയും ആ ടാസ്കിന് വേണ്ടി എടുക്കുകയാണ്. സോ പറയാണ് we have to backburn all other activities for a week to finish off our new task. ടൈഗർ ടീം എന്ന് പറയുന്നത് നമ്മൾ ചുണക്കുട്ടികൾ അല്ലെങ്കിൽ പുലിക്കുട്ടികളുടെ ടീം എന്നൊക്കെ പറയില്ലേ, ടീം ഓഫ് എക്സ്പേർട്ട്. ഓക്കെ, ഇപ്പൊ ഒരു മെഡിക്കൽ ഫീൽഡിലാണ്, ഒരു കോവിഡ് വന്നു. സോ കോവിഡിന് വാക്സിനേഷൻ ഒക്കെ കണ്ടുപിടിച്ചത് ആരാണ്? ടൈഗർ ടീം ഇൻ ദ മെഡിക്കൽ ഫീൽഡ്. അതായത് ആ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ളവര്. ബാൻഡ്വിഡ്ത്ത് എന്നാൽ കപ്പാസിറ്റി, ഒരു വർക്ക് ഏറ്റെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു കമ്പനിക്ക് ഉണ്ടോ? അത് ഫിനാൻഷ്യൽ ടേംസിലാവാം, റിസോഴ്സസിന്റെ പേരിലാവാം, അറിവ്, കഴിവ്, എല്ലാത്തിന്റെയും പേരിലാവാം. ഓക്കെ, വിത്ത് ദിസ് ഈ സൈഡ് തീരാണ്. നമ്മൾ എപ്പോഴും വെറുതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കമ്മ്യൂണിക്കേഷന്റെ ഉദ്ദേശം എന്താ? കം ടു ദ ചാറ്റ് ബോക്സ്, മലയാളം, ഇംഗ്ലീഷ്, ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജിൽ പറയും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതിന്റെ ഉദ്ദേശം എന്താണ്? വൈ ഡു വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്? എന്തിനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ടു ഷെയർ ഐഡിയാസ്. ഓക്കെ, ഇന്ററാക്ഷൻ, express, to convey ideas, exchange information, exchange idea. ആശയവിനിമയം എന്നത് കമ്മ്യൂണിക്കേഷന്റെ മലയാളമാണ്, അതല്ല. ഷെയർ ഫീലിംഗ് എന്താണ്? ഐഡിയ ട്രാൻസ്ഫർ, കൺവേ മെസ്സേജസ്. ഓക്കെ, ഇറ്റ്സ് ഓൾ കറക്റ്റ്. യെസ്, വെരി ഗുഡ്. സോ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്, ഞാൻ സെൻഡർ ആണ് അല്ലെ, അതായത് എന്നിൽ നിന്നാണ് നിങ്ങളിലേക്ക് മെസ്സേജ് എത്തുന്നത്, ഞാനാണ് സെൻഡ് ചെയ്യുന്ന ആള്. സോ എന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ, നിങ്ങൾ എന്റെ നേരെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ എയർ ആണ് മീഡിയം, സൗണ്ട് വേവ്സ് എയറിലൂടെയാണ്. ഇപ്പൊ ഇവിടെ എന്താണ്? ഇന്റർനെറ്റിലൂടെയാണ്. സോ ഇന്റർനെറ്റ് ഇസ് ദ മീഡിയം. സോ സെൻഡറിന്റെ മെസ്സേജ് ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ റിസീവറിന് അത് എടുത്തെത്തുകയും റിസീവർ അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്, ആരും കേൾക്കുന്നില്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് എത്തുകയും നിങ്ങൾ അത് കേൾക്കുകയും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന പോയിന്റിലാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നത് സംഭവിക്കുന്നത്. സോ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കും? ഫസ്റ്റ് വൺ, ഡയറക്റ്റ് ആൻഡ് സ്പെസിഫിക് ആവുക. അതായത് നമ്മൾക്ക് ഒരു കാര്യം, ഒരു ഐഡിയ പറയാനുണ്ടെങ്കിൽ, പ്രൊഫഷണൽ സ്പേസുകളിൽ നമ്മൾ ജോലി ചെയ്യുകയാണ്, കഥ പറയാൻ, അതായത് വലിച്ചു നീട്ടി കഥകൾ പറയാൻ നമുക്ക് ടൈം ഇല്ല. സോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അതിന് വേണ്ടിയിട്ടായിരിക്കണം. അതായത് ഒരുപാട് വലിച്ചു നീട്ടി പറയാതെ കാര്യങ്ങൾ വളരെ ഷോർട്ട് ആൻഡ് പ്രിസൈസ് ആയിരിക്കുക. സോ ഫസ്റ്റ് പോയിന്റ് ഇസ് ബി സ്പെസിഫിക് ആൻഡ് ഡയറക്റ്റ്. പറയേണ്ട കാര്യങ്ങൾ അതുപോലെ വളച്ച് നീട്ടി, നമ്മൾ വളഞ്ഞു മൂക്ക് പിടിക്കുക എന്ന് പറയില്ലേ, I think it will be better to change the team to that team so that I can be in charge of this team. അങ്ങനെയൊക്കെ പറയുമ്പോൾ പറയുന്നവർക്കും കൺഫ്യൂഷൻ, കേൾക്കുന്നവർക്കും കൺഫ്യൂഷൻ. അതിനേക്കാൾ വളരെ ഡയറക്റ്റ് ആയിട്ട്, സർ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബെറ്റർ ഇഫ് ഐ ലീഡ് ദ ടീം. എത്രയും ഈസി ആണത്. സോ ഡയറക്റ്റ് ആൻഡ് സ്പെസിഫിക് ആവുക. രണ്ടാമത്തത് കാം ബട്ട് ഫേം. നമ്മൾ കോമൺ മനുഷ്യന്മാർ, കുറച്ചും കൂടെ മലയാളികളുടെ ഇടയിലുള്ള ഒരു ഇതാണ്, ഒച്ചത്തിൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞാലാണ് കാര്യങ്ങൾ കൂടുതൽ ആക്സെപ്റ്റഡ് ആവുക എന്നൊരു ചിന്ത അല്ലെ. നമ്മൾ ദേഷ്യത്തിൽ അല്ലെങ്കിൽ ഒച്ച വെച്ച് പറഞ്ഞാൽ അത് കൂടുതൽ കേൾക്കും എന്നുള്ളൊരു
ചിന്തയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കാം ആയിരിക്കുക. കാം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് വോയിസിൽ വളരെ റെസ്പെക്റ്റോടെ സംസാരിക്കുക. ബട്ട് പറയുന്നതിൽ ബോൾഡ് ആയിരിക്കുക, ഫേം ആയിരിക്കുക. ഓക്കെ, കാം ആവുക എന്നതുകൊണ്ട് നമ്മൾ വീക്ക് ആവുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളരെ സമാധാനത്തിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് കാം എന്ന് പറയുന്നത്. സോ ബി കാം ആൻഡ് ഫേം. ഓക്കെ, ഫേം എന്നാൽ ഉറച്ചു നിൽക്കുക. ബി ഫേം ഓൺ വാട്ട് യു ആർ ടെല്ലിംഗ്. ഓക്കെ, അത് കാം എന്നത് നിങ്ങൾ വീക്ക് ആവുക എന്നതിനോട് ചേർക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബട്ട് ഫേം എന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പറയുന്നതിൽ ഉറച്ചു നിൽക്കുക. നെക്സ്റ്റ് വൺ ഇസ് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ കോൺഫിഡൻസിനെയും, ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാത്തവർ പലപ്പോഴും നമ്മൾ അവർ നുണ പറയായിരിക്കും, അല്ലെങ്കിൽ എന്തോ ഒളിച്ചു വെക്കാണ് എന്നൊക്കെ ഉള്ളൊരു ഇന്റർപ്രിട്ടേഷൻ ഒക്കെ അതിനുണ്ട്. പക്ഷെ ചിലർ പൊതുവെ അവരുടെ സ്വഭാവമാണ് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് എന്റെ വെബ് ക്യാമിലേക്ക് നോക്കിയിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ നമ്മുടെ ഓഡിയൻസിന് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. രണ്ടാമത്തത്, നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റൈറ്റ് ടൈം ആൻഡ് പ്ലേസ് ആയിരിക്കണം. ഇപ്പൊ നമ്മളുടെ ഫാമിലി മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിക്കുള്ളിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴായിരിക്കണം. അല്ലാതെ പുറത്ത് നമ്മളൊരു പാർക്കിലോ ഹോട്ടലിലോ ഇരുന്ന് മറ്റുള്ളവർ കേൾക്കുന്ന പോലെയല്ല. മറിച്ച് നമ്മൾ നമ്മുടെ മാനേജറിന്റെ അടുത്തൊരു കാര്യം പറയുന്നത് എന്താണ്, അതിന് പറ്റിയ ഒരു സമയവും സന്ദർഭവും ഉള്ളപ്പോഴായിരിക്കും. മാനേജർ തിരക്കിട്ട് എന്തോ ഒരു പണി ചെയ്യുന്നതിന്റെ ഇടയിലല്ല. സോ ചൂസ് ദ റൈറ്റ് ടൈം ആൻഡ് പ്ലേസ്. നമ്മൾ എപ്പോൾ കാര്യങ്ങൾ പറയുന്നു എന്നത് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ പറയുന്നു, എന്ത് പറയുന്നു എന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം എപ്പോൾ പറയുന്നു എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് സെറ്റ് ബൗണ്ടറീസ്. ഒരുപാട് ബൗണ്ടറികൾ സെറ്റ് ചെയ്യാനുണ്ട്. വൺ ഇസ് നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മുടെ ഓഫീസ് സെറ്റപ്പിലൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ബട്ട് അതിന് ബൗണ്ടറി വേണം. നമ്മൾ ഒരുപാട് അത് നമ്മൾ പറഞ്ഞു കൂട്ടേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഒരാൾ നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുമ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു പ്രൊഫഷണൽ ബൗണ്ടറി ഉണ്ട്, അല്ലെ? ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് ഉണ്ട്. സോ ആ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് വൺ, സോറി, ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആണ്, തണുപ്പായിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് കേട്ടോ ഈ ചുമ. ക്ലാസ്സിന്റെ ഇടയിൽ ഒരു ഡിസ്റ്റർബൻസ് ആവുന്ന പോലെ ഉണ്ട്, ബട്ട് ഐ എം സോറി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പ്രിപ്പയർ അഹെഡ് ഓഫ് ടൈം. അഹെഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാല് നേരത്തെ കൂട്ടി. അതായത് നമുക്കറിയാം നാളെ എനിക്കൊരു റിപ്പോർട്ട് പ്രസന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നാളെ എനിക്ക് ഇന്ന കാര്യത്തിൽ ഒരു പ്രസന്റേഷൻ ചെയ്യേണ്ടതുണ്ട് എന്നറിയുന്നവര്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ ഇന്ന കാര്യം പറയേണ്ടതുണ്ട് എന്നറിയുന്നവര് ആദ്യമേ അത് പ്രിപ്പയർ ചെയ്യുക. അതായത് ഒരു ഐഡിയ എങ്കിലും ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഇന്ന കാര്യം ഇന്ന രീതിയിൽ പ്രസന്റ് ചെയ്താൽ ബെറ്റർ ആവും എന്ന രീതിയിൽ നേരത്തെ പ്രിപ്പയർ ചെയ്യുക. ദാറ്റ് വിൽ ഷുവർലി ഹെൽപ്പ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നേരെ വന്ന് PPT തുറന്ന് ക്ലാസ് എടുക്കുന്നതല്ല, മറിച്ച് ഇത് എന്റെ പ്രൊഫഷൻ ആണ്. സോ ഇവിടെ എനിക്ക് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എഫക്റ്റീവ് ആവണം എന്ന് നിർബന്ധമുണ്ട്. സോ ഞാൻ പ്രയർ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബി മൈൻഡ്ഫുൾ ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ഐ കോണ്ടാക്ട് വരും. ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് എന്റെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ കിടന്ന് ക്ലാസ് എടുത്താൽ എങ്ങനെയുണ്ടാവും? വിൽ ഇറ്റ് ബി നൈസ്? ഞാൻ കിടന്ന് ക്ലാസ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഞാൻ എങ്ങനെ ഇരിക്കുന്നു, കൈ വെച്ച് ഞാൻ എത്ര ആക്ഷൻസ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൈ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതിൽ നമ്മുടെ ആക്ഷൻസ്, ഒരു ഗെസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ ഇരിക്കുന്നത് എങ്ങനെയാണ്, പോസ്ചർ. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ എന്താ പറയാ, ഭയങ്കര ഫ്രണ്ട്ലിലേക്ക് ക്യാമറയുടെ ഉള്ളിലേക്ക് വന്നിരിക്കാം, ബട്ട് അത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആവും. അല്ലെങ്കിൽ ഭയങ്കര പുറകോട്ട് പോയിട്ട് നിങ്ങൾക്ക് തീരെ കാണാനും കേൾക്കാത്ത വിധത്തിലിരിക്കാം. സോ ആ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പൊ ഒരു ഓഫ്ലൈൻ സെറ്റപ്പിൽ, ഇപ്പൊ ഓൺലൈൻ ആണ്, ഓഫ്ലൈൻ സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ കുറെ പേർക്കുണ്ട് പേന വെച്ച് ടേബിൾ മേൽ അടിച്ചുകൊണ്ടിരിക്കുക, കാലനക്കിക്കൊണ്ടിരിക്കുക, കൈ വെച്ച് എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരും. നെക്സ്റ്റ് ഇസ് വാച്ച് യുവർ ടോൺ. ചിലപ്പോഴൊക്കെ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ കാമായിരിക്കും, ബട്ട് സംസാരിച്ച് കൂടുമ്പോൾ ചിലപ്പോൾ അതൊരു നെഗോസിയേഷൻ ആയിരിക്കും, അവിടെ അത് തല്ലാവും. ഓക്കെ, ഒരു ഭയങ്കര ആർഗ്യുമെന്റേറ്റീവ് ആയി. സോ എപ്പോഴും നമ്മളുടെ ടോൺ വാച്ച് ചെയ്യുക. നമ്മളുടെ സംസാരത്തിന്റെ ഒരു ടോൺ എന്താണ്, നമ്മൾ നല്ല രീതിയിൽ ഒരു കാം ആൻഡ് റെസ്പെക്ട്ഫുൾ ആണോ, അതോ നമ്മൾ റൂഡാവുന്നുണ്ടോ, ദേഷ്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ് എന്നാൽ എന്താണ്? നമ്മൾ നമ്മളുടെ ചെവി കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും കേൾക്കുന്നതിനെയാണ് ആക്റ്റീവ് ലിസണിങ്. ആൻഡ് ആക്റ്റീവ് ലിസണിങ് എന്നത് ഞാൻ ഈ പറയുന്നത് വേർബലി മാത്രം കേൾക്കുന്നതല്ല, മറിച്ച് നിങ്ങൾ എന്റെ ബോഡി ലാംഗ്വേജും എന്റെ ഐ കോണ്ടാക്റ്റും എല്ലാം കേൾക്കുന്നതാണ് ആക്റ്റീവ് ലിസണിങ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കുകയാണ്, പക്ഷെ ഞാൻ എന്റെ കയ്യിൽ ഫോൺ വെച്ചിരുന്ന് കളിക്കുകയാണ്. ദാറ്റ് ഇസ് നോട്ട് ആക്റ്റീവ് ലിസണിങ്.
മറിച്ച് നിങ്ങൾ പറയുന്നത് എന്താണ് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഞാൻ ഫുൾ കോൺസെൻട്രേഷനിൽ കേൾക്കുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. ഓക്കെ, സോ പാസീവ് ലിസണിങ് ഉണ്ട്, ആക്റ്റീവ് ലിസണിങ് ഉണ്ട്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടത് ആക്റ്റീവ് ലിസണിങ് ആണ്. നെക്സ്റ്റ് നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു സൈക്കോളജി ഫീൽഡിലുള്ള ആളാണ്. സോ നിങ്ങളുടെ അടുത്ത് ഞാൻ ഭയങ്കര സൈക്കോളജിക്കൽ ടേംസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈക്കോളജി പഠിക്കാത്തവരുണ്ട്, എല്ലാ ഫീൽഡിൽ നിന്നുള്ളവരുണ്ട്, മനസ്സിലാവില്ല. സോ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? നമ്മളിവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നേക്കാണ്. ഞാൻ സ്റ്റാർട്ടിങ് മുതലേ പ്രോ ലെവൽ ഇംഗ്ലീഷ് പറയാണ്. കംപ്ലീറ്റ് ഈ ക്ലാസ് ഫുൾ ഇംഗ്ലീഷ് ലെവലിൽ എടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല. നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്ത് നമ്മളുടെ ഓഡിയൻസ് ആരാണ് എന്ന് കണ്ട് ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്ന, മനസ്സിലാവുന്ന ഭാഷയിൽ വേണം കാര്യങ്ങൾ കൺവേ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് കൺസിഡർ ദ ബെസ്റ്റ് മെത്തേഡ് ടു ഡെലിവർ യുവർ മെസ്സേജ്. നമ്മൾക്ക് ഒരേ കാര്യം പല രീതിയിൽ പറയാൻ പറ്റും. സോ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ കമ്പനീനെ എന്തെങ്കിലും ഒരു കാര്യം കൺവിൻസ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് വെർബൽ മെസ്സേജിലൂടെയും കൺവേ ചെയ്യാം. പക്ഷെ വിത്ത് പ്രസന്റേഷൻ വേണമെങ്കിൽ ഒരു ബാർ ഗ്രാഫും ഇപ്പൊ എന്തെങ്കിലും ഒരു പുതിയൊരു ഐഡിയ ആയിരിക്കും പ്രസന്റ് ചെയ്യണം. സോ ഐഡിയ എത്രമാത്രം സപ്പോർട്ടിങ് ആണ് എന്ന് കാണിക്കാൻ നമുക്ക് പ്രസന്റ് ചെയ്യാം. സോ ഏത് രീതിയിലായിരിക്കും നമ്മളുടെ മെസ്സേജ് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റഡ് ആവുക, കൺസിഡർ ചെയ്യപ്പെടുക എന്നൊരു അനലൈസിങ് നടത്തിയതിനു ശേഷം ആ രീതിയിൽ ചെയ്യുക. നെക്സ്റ്റ് ഇസ് ആസ്ക് ഫോർ ഫീഡ്ബാക്ക്. ആസ്ക് ഫോർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു മീറ്റിംഗിൽ പ്രസന്റ് ചെയ്തതിനു ശേഷം അവരോട് ചോദിക്കുക, വാസ് മൈ പ്രസന്റേഷൻ ഫൈൻ, അല്ലെങ്കിൽ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിന് ശേഷം ഞാൻ ചോദിക്കാറില്ല എല്ലാവർക്കും മനസ്സിലായെന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ഫൈനൽ, റീഡ് നോൺ വെർബൽ ക്യൂസ്. നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുന്നത് പോലെ നമ്മുടെ ഓഡിയൻസിൻ്റെതും മനസ്സിലാക്കുക. ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് അതാണ്. എനിക്ക് നിങ്ങളുടെ ഒന്നും ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ നിങ്ങളുടെ നോൺ വെർബൽ ക്യൂസ് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് വളരെ കുറച്ച് പേരുടെ വീഡിയോ മാത്രമാണ് എനിക്ക് വിസിബിൾ ആവുക. ബിക്കോസ് PPT പ്രസന്റിംഗ് ആണ്, 130 പേരുടെ ക്ലാസ് ആണ്. ഈ 130 ആൾക്കാരുടെ വീഡിയോ വ്യൂ ചെയ്യാന്നുള്ളത് എനിക്ക് പോസിബിൾ അല്ല. ബട്ട് ഒരു ഓഫ്ലൈൻ സെറ്റപ്പിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാവും, നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, അവരെ ബോർ അടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് അവരുടെ ഒരു നോൺ വെർബൽ ക്യൂസിൽ. ഇപ്പൊ ഫസ്റ്റ് തന്നെ ഇരുന്ന് എല്ലാവരും കോട്ടുവായിട്ടാണ്, ലൈക്ക് എന്താണ് ഉറക്കം തൂങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുക എന്താണ്, എല്ലാവർക്കും ബോർ അടിച്ചു തുടങ്ങി, വി ഹാവ് ടു കൺക്ലൂഡ്. ഓക്കെ, സോ ഓഡിയൻസിന്റെ നോൺ വെർബൽ ക്യൂസ് മനസ്സിലാക്കുക. നമ്മൾ ആക്റ്റീവ് ലിസണിങ്ങും പാസീവ് ലിസണിങ്ങും പറഞ്ഞു. ആക്റ്റീവ് ലിസണിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ ഒരാളെ കേൾക്കേണ്ടതുണ്ടോ കമ്മ്യൂണിക്കേഷനിൽ? വർത്തമാനം പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരെ? എനിക്കിപ്പോ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളെ ചാറ്റ് ബോക്സിൽ നിങ്ങളോട് റിപ്ലൈ തരാൻ പറയേണ്ടതുണ്ടോ? എനിക്ക് വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പോരെ? എന്തിനൊക്കെയാണ് ആക്റ്റീവ് ലിസണിങ് വേണ്ടത്? ആക്റ്റീവ് ലിസണിങ്ങിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, നല്ല ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, എഫക്റ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുക. എനിക്കിപ്പോ നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ കുറച്ചെങ്കിലും പേര് അറിയുന്നത് എനിക്ക് നിങ്ങളുടെ ഒരു റിപ്ലൈ ചാറ്റ് ബോക്സിൽ കിട്ടുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ ഒരു ആക്റ്റീവ് ലിസണിങ്ങിൽ നമുക്ക് വളരെ ക്ലിയർ ആയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നമുക്ക് കൂടുതൽ നല്ല പ്രൊഫഷണൽ റിലേഷൻഷിപ്സ്, നമ്മൾ ഒരാളെ മൊത്തമായി കേട്ടിരിക്കുമ്പോൾ നമ്മൾ അയാളെ വാല്യൂ ചെയ്യുകയാണ്. ഷോ ദാറ്റ് യു വാല്യൂ വാട്ട് അതേഴ്സ് സേ. ഇത് നമ്മൾ പറയുമ്പോൾ എല്ലാവരും കേൾക്കണം, എന്നാലും മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ ഫോണിൽ എന്റെ കാര്യം നോക്കാം, ഗെയിം കളിക്കുക, അതൊരു നല്ല പോളിസി ആണോ? അല്ല. ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ആണ്, അല്ലെ? സോ നമ്മൾ മറ്റൊരാളുടെ കാര്യങ്ങൾ, മറ്റൊരാൾ പറയുന്നതിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വി ഹാവ് ടു ലിസൺ. നെക്സ്റ്റ് പോയിന്റ്, അവരെന്താണ് ഷെയർ ചെയ്യുന്നത്, അവർ പറയുന്ന ഐഡിയ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ യു നീഡ് ടു ലിസൺ. നെക്സ്റ്റ് ഇസ് ട്രസ്റ്റ് ആൻഡ് റാപ്പോ. നമ്മൾ ഒരാളെ കുറിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക എപ്പോഴാണ്? അയാളെ കുറിച്ച് കൂടുതൽ അറിയുക. ഒരാളെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ യു നീഡ് ടു ലിസൺ ടു ദം. നെക്സ്റ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ്. ഒരാൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അയാളുടെ ഐഡിയകളും പെർസ്പെക്റ്റീവുകളും ചിന്തകളും മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് കോൺഫ്ലിക്ട്സ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. പലപ്പോഴും പല ഫാമിലിയിലാവട്ടെ കമ്പനീസിലാവട്ടെ ഒക്കെ വരുന്ന പ്രശ്നം എന്താണ്? കമ്മ്യൂണിക്കേഷനിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കുക. സോ നല്ലൊരു ലിസണിങ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് കോൺഫ്ലിക്റ്റുകളും കുറഞ്ഞു കിട്ടും. ദെൻ ഫൈനൽ വൺ ഇസ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കും സപ്പോർട്ടും കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഒരാളെ കേട്ടിരുന്നാൽ മാത്രമാണ്, ഇപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ എന്നെ കേട്ടിരുന്നവർക്ക് മാത്രമാണ് പറയാൻ പറ്റുക, മിസ്സേ കുറച്ചും കൂടെ ഇന്ന കാര്യങ്ങൾ ചേർത്താൽ നന്നാവും, കേൾക്കാത്ത ഒരാൾക്ക് പറയാൻ പറ്റൂല്ലല്ലോ. ആക്റ്റീവ് ലിസൺ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫീഡ്ബാക്കും സപ്പോർട്ടും കൊടുക്കാൻ സാധിക്കുള്ളൂ. സോ ഇൻ ആക്റ്റീവ് ലിസണിങ്
പലർക്കും ഉള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീക്ക് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. അതല്ല, മറിച്ച് നമ്മൾ ലിസൺ ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷന്റെ വലിയ ഒരു ഭാഗമാണ്. സ്പീക്ക് ചെയ്യുന്നത് ഹാഫ്, അതുപോലെ ലിസൺ ചെയ്യുന്നത് മറ്റേ ഹാഫ്. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ആവുന്നത്. നെക്സ്റ്റ് വൺ ഇസ്, നമ്മളിപ്പോ കുറെ പ്രാവശ്യം നോൺ വെർബൽ ക്യൂസ് പറഞ്ഞു. സോ എന്തൊക്കെയാണ് നോൺ വെർബൽ? വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വർത്താനം പറയുന്നത്. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വർത്താനം, വാക്കുകൾ കൊണ്ടല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഐ കോണ്ടാക്ട്. ഓക്കെ, ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുക. ഒരാളിപ്പോ ഞാൻ ഫുൾ ഇങ്ങനെ താഴെ നോക്കിയിരുന്ന് ക്ലാസ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് തന്നെ തോന്നും ഈ മിസ് എന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നും, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ. നമ്മൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് നമ്മൾ എത്രമാത്രം ഇൻട്രസ്റ്റോടെയാണ്, എത്രമാത്രം ഞാൻ എൻഗേജ്ഡ് ആയിട്ടാണ് എന്നുള്ളത് കാണിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ നമ്മുടെ മുഖഭാവങ്ങൾ, ഇപ്പൊ എഗ്രിമെന്റ്, ഡിസ്എഗ്രിമെന്റ്, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താണ് ചിരിക്കുമ്പോ സന്തോഷമാണോ, ഇപ്പൊ നിങ്ങളുടെ റിപ്ലൈ കിട്ടാണ്ടാവുമ്പോ എന്റെ ഫേസിൽ ഒരു സങ്കടം വരും. സോ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് വോക്കലിക്സ്. വോക്കലിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഭയങ്കര ഫാസ്റ്റ് ആണോ ഭയങ്കര സ്ലോ ആണോ. നമ്മളൊരു പ്രൊഫഷണൽ സെറ്റപ്പിൽ ഭയങ്കര സ്ലോവും അല്ല, എന്നാൽ ഭയങ്കര ഫാസ്റ്റും അല്ല, ഒരു മീഡിയം റേറ്റിലാണ് സംസാരിക്കുന്നത്. അതായത് ഞാനിപ്പോ നിങ്ങളോട് ഇതൊക്കെ ഐ കോണ്ടാക്ട് ക്യാൻ ഇൻഡിക്കേറ്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് എൻഗേജ്മെന്റ് ബട്ട് ഓൾസോ ഷോ ഡോമിനൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇങ്ങനെ ഒരു റേറ്റിൽ പോയ എന്തെങ്കിലും മനസ്സിലാവോ? എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഇല്ല. സോ ഒരു മോഡറേറ്റ് സ്പീക്കിംഗ് റേറ്റ് ഉപയോഗിക്കുക. ഒരു നോർമൽ പിച്ച്, ടോൺ, വോളിയം അതെല്ലാം വേണ്ട രീതിയിൽ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് പോസ്ചർ. നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. ഓക്കെ, ദെൻ ഒരു നല്ല പോസ്ചർ ആയിട്ട് എപ്പോഴും കൈ കെട്ടിയിരിക്കരുത് എന്ന് പറയും. അതൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മേനെ കാണിക്കും. മറിച്ച് എപ്പോഴും കൈ ഓപ്പൺ ചെയ്ത് വെക്കണം എന്ന് പറയാം. ഓക്കെ, അതൊരു പ്രൊഫഷണൽ സെറ്റപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഫൈനൽ വൺ ഇസ് ഗെസ്റ്റേഴ്സ്. ഗെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ കൈ വെച്ച് കാണിക്കുന്ന കാര്യങ്ങള്, ഞാൻ തംസ് അപ്പ് ഇങ്ങനെ കാണിച്ചാൽ അതൊരു ഗെസ്റ്റർ ആണ്. ഇതൊക്കെ ഗെസ്റ്റേഴ്സിൽ വരും. ഓക്കെ, സോ ചില കാര്യങ്ങള് എനിക്ക് എന്റെ കൈ ഉപയോഗിക്കേണ്ട വർത്തമാനം പറയാൻ ഒരിക്കലും പറ്റില്ല. എസ്പെഷ്യലി ക്ലാസ് എടുക്കുന്ന സമയത്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് എന്റെ കൈ വെച്ചുള്ള ഗെസ്റ്റേഴ്സ് നിർബന്ധമാണ്. സോ ചില കാര്യങ്ങൾ പറയുമ്പോൾ വലുത് എന്ന് പറയാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ അത് നമുക്ക് മനസ്സിലാവും. എസ്പെഷ്യലി കുഞ്ഞു കുട്ടികളുടെ അടുത്തേക്ക് ഈ ഗെസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ചെറുത്, വലുത്, നല്ലത്, ചീത്ത എന്നൊക്കെയുള്ള ഗെസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഈസി ആവും. ഓക്കെ, ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ സെറ്റപ്പിൽ മാത്രമല്ല, അതല്ലാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ചെറിയൊരു ആക്ടിവിറ്റി വേഗം ചെയ്യാം. ദാറ്റ് ഇസ് ഒരു റോൾ പ്ലേ. നിങ്ങൾ തന്നെ വായിച്ചു നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ ബോൾഡിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഓൾ റീഡ്. പോസ്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത്, ഞാനിപ്പോ ഇതാണ് എന്റെ പോസ്ചർ, ഞാനിപ്പോ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അതാണ് എന്റെ പോസ്ചർ കേട്ടോ. നമ്മൾ ഇരിക്കുന്നത് എങ്ങനെ, നിൽക്കുന്നത് എങ്ങനെയാ, അതിനെയാണ് ആ പോസ്ചർ എന്ന് പറയുക. നമ്മളിപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ ടേബിൾ മേൽ ഇങ്ങനെ കിടന്ന് പറയാണ്, അതൊന്നും ഒരു നല്ല പോസ്ചർ അല്ല. ലൈക്ക് സിറ്റ് സ്ട്രെയിറ്റ്, that's a good posture. So come to the activity. Imagine you are the lead of the team planning to do a campaign on company's new eco-friendly product, tote bag. Brainstorm ideas for the same. ടോട്ട് ബാഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മുടെ ക്ലോത്ത് ബാഗുകൾ, കുട്ടികൾ കോളേജിലൊക്കെ കൊണ്ടുപോകുന്ന ക്ലോത്ത് ബാഗുകൾ ഉണ്ട്, അതിനെയാണ് ടോട്ട് ബാഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പുതിയ എക്കോ ഫ്രണ്ട്ലി, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഹിന്റ് തന്നേക്കുന്നതാണ് നിങ്ങൾക്ക് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരു മിനിറ്റിൽ ആലോചിക്കാം, എന്നിട്ട് നിങ്ങളുടെ ഐഡിയ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഇംഗ്ലീഷിൽ ഇവിടെ പ്രസന്റ് ചെയ്യുക. ഓക്കെ, അത് സൊസൈറ്റിയുടെ ഇടയിൽ ഇറങ്ങിയിട്ടായിരിക്കാം, ഓൺലൈനിൽ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം, ആൾക്കാർ ചെയ്യുന്നതാവാം. ബിക്കോസ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എക്കോ ഫ്രണ്ട്ലി ആണ്. സോ പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അവയർനെസ് കൊടുക്കാം. സോ നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് നിങ്ങളൊരു ടീമിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്നോടല്ല പറയുന്നത്, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സിന്റെ ഇടയിലാണ് പറയുന്നത്. സോ അതാണ് താഴെ നോട്ട് കൊടുത്തിരിക്കുന്നത്. യൂസ് പ്രൊഫഷണൽ ഇംഗ്ലീഷ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ലേൺ. യൂസ് പ്രൊഫഷണൽ ഇംഗ്ലീഷ് പഠിച്ചു ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസിൽ നോൺ വെർബൽ ക്യൂസ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. എന്നാലും ബാക്കി എന്താണ്, പ്രിസൈസ് ആവുക, സ്പെസിഫിക് ആവുക, ഓക്കെ, അതൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ മാക്സിമം ഷോർട്ട് മെസ്സേജസ് അയക്കുക. ഈ ഒരു ടോട്ട് ബാഗിന്റെ ക്യാമ്പയിന് നിങ്ങൾക്ക് എന്ത് ഐഡിയ ആണ് തരാൻ പറ്റുക? നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയന് ശേഷം നൗ പ്ലീസ് ഷെയർ യുവർ ഐഡിയാസ് എന്നും കൂടെ ആഡ് ചെയ്യുക. കാരണം നിങ്ങൾ നിങ്ങളുടെ ടീമിന്റെ ലീഡാണ്.
ടീമിൽ മറ്റു മെമ്പേഴ്സ് ഉണ്ട്, അവരോടും കൂടെ അവരുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ പറയാം. ഹൈ ടീം, വി മസ്റ്റ് മാക്സിമൈസ് ആർ റീച്ച് യൂസിങ് സോഷ്യൽ മീഡിയാസ്. ഓക്കെ, പറ്റുന്നത് പോലെ ഷാജു അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്, എ ഗുഡ് ട്രൈ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, we will give free bags to supermarkets or will give discount rate. Okay, or will give discount rate എന്നല്ല പറയാം, or we can offer. കുറച്ചും കൂടെ അത് ബെറ്റർ ആക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾക്ക് ഒരു മെസ്സേജ് പല രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് രീതിയിൽ കൺവേ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ സ്വപ്നയുടെ സെന്റൻസ് കറക്റ്റ് നല്ലതാണ്. വി വിൽ ഗിവ് ഫ്രീ ബാഗ്സ് ടു ആ സൂപ്പർ മാർക്കറ്റ്സ്. നല്ലൊരു ക്യാമ്പയിൻ, നല്ലൊരു അഡ്വർടൈസിംഗ് ആണത്. Or will provide the same at a discount rate, or we will offer a good discount rate എന്ന് പറയാം. We will give എന്നതിനേക്കാൾ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ ആണ്. So we will offer എന്ന് പറയാം. We can give some trials. Okay, very good. We can start at the school level in our society. Okay, we can start at the school level in our society എന്ന സെന്റൻസ് നല്ലതാണ്. എന്താണ് സ്കൂൾ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? അവയർനെസ് ആണോ? എന്താണ്? അതൊന്ന് ക്ലാരിഫൈ ചെയ്യേ. Our products is valuable thing. Our first mistake, products എന്നത് പ്ലൂറൽ ആണ്. പ്ലൂറലിന്റെ കൂടെ എപ്പോഴും ആർ ആണ് വരിക. പ്രൊഡക്റ്റ് എന്നാണ് ഇത് തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ our product is a valuable thing, is a valuable thing. This eco-friendly and reusable thing anytime you can use. ഇങ്ങനെ പറയാം. It is an eco-friendlyയുടെ മുമ്പ് an ആണ് ട്ടോ യൂസ് ചെയ്യുക. It is an eco-friendly and reusable എന്നതിനേക്കാൾ തിങ് എന്ന് പറയുന്നത് എന്താ, റീയൂസബിൾ ആയ ഒരു സാധനമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഇതൊരു റീയൂസബിൾ ബാഗ് ആണ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ രസം. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ബാഗ് അല്ലേ, ഇതൊരു റീയൂസബിൾ ബാഗ് ആണ്. ദിസ് ഇസ് ആൻ എക്കോ ഫ്രണ്ട്ലി ആൻഡ് റീയൂസബിൾ ബാഗ്. യു ക്യാൻ യൂസ് ഇറ്റ് എനി ടൈം. ഓക്കെ, എനി ടൈം യു ക്യാൻ യൂസ് എന്നല്ല, യു ക്യാൻ യൂസ് ഇറ്റ് എനി ടൈം. ഓക്കെ, വിദ്യ നല്ല ട്രൈ ചെയ്തു. അതിലത്തെ മിസ്റ്റേക്സ് ആണ് ഞാൻ കറക്റ്റ് ചെയ്ത് തന്നത്. സോ ഒന്ന് കറക്റ്റ് ചെയ്തായിക്കോട്ടോ. Then next is, first of all, I hearty welcome all my team members who are gathered here. I hearty welcome എന്ന് പറയില്ല, ഒന്നിലേക്ക് ഇങ്ങനെ പറയാം. I wholeheartedly welcome എന്ന് പറയാം, അല്ലെങ്കിൽ I extend my hearty welcome എന്ന് പറയാം. I hearty welcome, yeah, okay ആണ്, yes, കുഴപ്പമില്ല. But I wholeheartedly അല്ലെങ്കിൽ I extend my will be better. But yeah, today I am going to introduce a new product, tote bag. It's A echo അല്ല, AEIOU vowelsന് മുമ്പ് an ആണ് വരിക. It's an eco-friendly product, so we can save our nature from pollutants. Okay, pollutions. Okay, very good, Shifa. നല്ലൊരു try, very good. The use of tote bags can reduce the rate of CO2. Can you share your idea? Hi everybody, I'm coming from the eco-friendly team to introduce tote bag to reduce the usage of plastic to minimize natural calamities. Okay, very good. Printing valuable quotes on a product can make it much classier. Very good, Ramiza Samath. ഇതുവരെ വായിച്ച സെന്റൻസുകളിൽ എനിക്ക് ഏറ്റവും, അതായത് നമ്മൾ ഈ ഒരു കോണ്ടെക്സ്ച്വലി, ബാക്കിയെല്ലാ സെന്റൻസുകളും തെറ്റാണെന്നല്ലാട്ടോ ഞാൻ പറയുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിന് ഏറ്റവും മാച്ച് ആയിട്ട് തോന്നുന്ന സെന്റൻസ്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ സെന്റൻസ് ഇതാണ്. ബാക്കിയുള്ളവരുടെ എല്ലാം നൈസ് ആണ്, ബട്ട് ദിസ് ഇസ് മോർ ആപ്റ്റ് ടു ദ കോണ്ടെക്സ്റ്റ്. Printing valuable quotes on a product can make it much classier. Okay, classier എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്തു. കുറച്ചും കൂടെ classier ആക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടും എന്നാണ് കേട്ടോ. Okay, making aware about the environmental problems by using plastic. Okay, ആരെയാണ് നമ്മൾ aware ആക്കുന്നത്? സെന്റൻസിൽ അത് മിസ്സിംഗ് ആണ്. How about introducing our tote bags among the college students as a new trendsetter? Very good, Bonnie. That too is a very good sentence. Very good framing. Manager, tomorrow will introduce tote bag to the public. We will offer a chocolate free with the bag. Okay, very good. That is also a good sentence. Okay, so with that, എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി എന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്ന ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു അതായത് ഒരു റോൾ പ്ലേ പോലെ അല്ലെങ്കിൽ ഒരു കൺവെർസേഷൻ നടത്താൻ പറ്റുന്നില്ല, നമ്മൾ ആൾക്കാർ അധികം ആയതുകൊണ്ട് തന്നെ. പക്ഷെ എന്നാലും പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം കുറച്ച് പേര് റിപ്ലൈയും തന്നിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. ഓക്കെ, കുറച്ച് പേരുടെ മെസ്സേജസ് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അവർക്ക് മറ്റുള്ള മെസ്സേജസ് ഞാൻ കറക്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, we should collaborate with our village industries. Very good. Okay, good sentences. ഞാൻ നിങ്ങളുടെ ഒരു week 5 വരെയുള്ള ഒരു സെന്റൻസ് ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ there is a drastic change.
ഓക്കെ, ഭയങ്കര ചേഞ്ച് ഉണ്ട്. സ്ഥിരമായിട്ട് ഈസ് മിസ് ചെയ്യാറുണ്ട്, ഈസും വാസും മാറിപ്പോവാറുണ്ട്, അങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരാറുണ്ട്. ബട്ട് നിങ്ങൾ ഒരു വീക്ക് 5 ആൻഡ് വീക്ക് 12 ഒക്കെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഒരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, you can all be happy for that. You can all clap for yourself. So next is advanced writing skill. Okay, email and report writing. നമ്മളൊരു പ്രൊഫഷണൽ സെറ്റപ്പിൽ നിൽക്കുമ്പോൾ, നമ്മൾ വർക്കിംഗ് ആയിരിക്കുമ്പോൾ പലപ്പോഴും ഇമെയിൽസ് അയക്കേണ്ടി വരും, റിപ്പോർട്ട് എഴുതേണ്ടി വരും. ഇമെയിൽസ് ചിലപ്പോൾ ഹയർ അതോറിറ്റിക്ക് ആവാം, നമ്മളെക്കാൾ താഴെയുള്ള സബോർഡിനേറ്റ്സിനാവാം, കൊലീഗ്സിനാവാം. പറഞ്ഞു പ്രൊഫഷണൽ സെറ്റപ്പിൽ കഥ പറഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ വലിച്ചു നീട്ടി ഇപ്പൊ ഒരു ഇമെയിൽ തന്നെ ഒരു PDF-ന്റെ 4-5 പേജുള്ള ഇമെയിൽ അയക്കാനും അത് വായിക്കാനും ആർക്കും സമയമില്ല. ഓക്കെ, സോ എന്താണ് വളരെ ഷോർട്ട്, പ്രിസൈസ്, സ്പെസിഫിക്, ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരിക്കുക. ഓക്കെ, പ്രൊഫഷണൽ ഇമെയിലിന് മെയിൻ ആയിട്ട് വേണ്ട 5 കാര്യങ്ങൾ. ഒന്ന് സബ്ജക്ട് ലൈൻ, ദാറ്റ് ഇസ് ടോപ്പിക് കൊടുക്കുക, അല്ലെങ്കിൽ സബ്ജക്ട് എന്താണ്. ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും മെയിൽ അയക്കുക, എന്തൊക്കെയായിരിക്കും നമ്മൾ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ മെയിൽ അയക്കുക? ഗിവ് മീ എക്സാമ്പിൾസ്. ആപ്ലിക്കേഷൻ ഫോർ ലീവ്, റിക്വസ്റ്റ് ഫോർ പേയ്മെന്റ് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ സാലറി ഇൻക്രിമെന്റ്. അതല്ല, എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മെയിൽ അയക്കുക എന്നാട്ടോ ക്വസ്റ്റ്യൻ. എന്തൊക്കെ കാര്യങ്ങൾക്കാവും നമ്മളൊരു പ്രൊഫഷണൽ സെറ്റപ്പിൽ മെയിൽ അയക്കുക? ലീവ് ആപ്ലിക്കേഷൻസ്, ഫോർ സാലറി ഇൻക്രിമെന്റ്, റെസിഗ്നേഷൻ, ജോബ് ആപ്ലിക്കേഷൻ, complaints and redressals, okay, suggestions, feedbacks, to access permits, very good, for transfers, leave letter, yes, to advertisement companies will mail, okay, very good, okay, thank you. മെയിൽ അയക്കുമ്പോൾ ആദ്യം വേണ്ടത് സബ്ജക്ട് ലൈൻ. എന്തിനാണ്? എൻക്വയറി about what? Request for transfer, application for leave, application for transfer, okay, റിക്വസ്റ്റ് ഫോർ കൊളാബറേഷൻ. എന്തിനാണ് എന്നുള്ള സബ്ജക്ട് കൊടുക്കുക. സോ അത് വായിക്കുന്ന ആൾക്ക് എടുക്കുമ്പോൾ തന്നെ ഓക്കെ എന്തിനെ കുറിച്ചാണ് എന്നുള്ള നല്ലൊരു ഐഡിയ ഉണ്ടാവും. ദെൻ സാലുറ്റേഷൻ. സാലുറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണ് അയക്കുന്നത്? അയാളുടെ, ഫോർ എക്സാമ്പിൾ, റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മാനേജർ, റെസ്പെക്റ്റഡ് HR. ഓക്കെ, ആർക്കാണോ അയക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ടു ആൻഡ് ഫ്രം ഒന്നും വെക്കേണ്ട, കാരണം ഇത് ലെറ്റർ അല്ല, മെയിലാണ്. നമ്മൾ അയക്കുന്നത് ആർക്കാണെന്നുള്ളത് നമുക്കറിയാം, ആൻഡ് ആരിൽ നിന്നാണ് അത് എത്തിയെന്നുള്ളതും റിസീവറിന് അറിയാം. സോ ടു ഫ്രം ഒന്നും നമ്മൾ ഇമെയിലിൽ വെക്കില്ല കേട്ടോ. നെക്സ്റ്റ് ഇസ് ബോഡി. സബ്ജക്ട് എഴുതി ആർക്കാണ് എന്നുള്ളത്, റെസ്പെക്റ്റഡ് ആരാണ്, HR, മാനേജർ ആരാണ് എന്നുള്ളത് എഴുതി. നെക്സ്റ്റ് ഇസ് ബോഡി, എന്താണ്, വൈ ഡു യു നീഡ് ആൻ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ വേണം എന്ന് പറയണം, ദാറ്റ് ഇസ് റിക്വസ്റ്റ് ഫോർ പ്രൊമോഷൻ. വൈ, എന്തുകൊണ്ട്, നിങ്ങളുടെ അതിനുള്ള എലിജിബിലിറ്റി എന്താണ്. ട്രാൻസ്ഫറിന്റെ റീസൺ. സാലറി ഇൻക്രിമെന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടീഷൻസ്, അതൊക്കെ. ദെൻ ക്ലോസിംഗ്. ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ഹോപ്പ്ഫുള്ളി the problem will be addressed soon. I hope the problem will be addressed soon. Considering all the good things you have done, I hope that you will solve the problem soon. അതായത് നിങ്ങൾ ഇത്രയും കാലം ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് പറയാണ്, ഇത് പെട്ടെന്ന് സോൾവ് ചെയ്ത് തരും. ഓക്കെ, I hope for an early reply to avoid inconvenience. മറ്റ് തടസ്സങ്ങൾ ഒഴിവാക്കാൻ, പെട്ടെന്നൊരു ഇൻകൺവീനിയൻസ് അല്ല, ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പെട്ടെന്നൊരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിൽ അത് ക്ലോസ് ചെയ്യുക. സിഗ്നേച്ചർ. ഇന്ന് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യോഴ്സ് സിൻസിയർലി, നിങ്ങളുടെ പേര് സിഗ്നേച്ചർ മെയിലിൽ ഇന്നൊക്കെ ഇപ്പൊ എല്ലാവരും ഫോട്ടോ ആയിട്ട് ചെറുതായി അറ്റാച്ച് ചെയ്തോ. ഓക്കെ, ഇപ്പൊ സിഗ്നേച്ചർ സൈൻ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി നമ്മളുടെ പേര് എഴുതുക, അതാണ് ഒരു മെയിലിൽ സിഗ്നേച്ചർ. ഈ 5 കാര്യങ്ങളാണ് ഒരു പ്രൊഫഷണൽ ഇമെയിലിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത്. ആൻഡ് ഇതിലേക്ക് അധികം എക്സ്ട്രാ വലുതാക്കി എഴുതുന്തോറും എന്താണ്, ആ മെയിലിന്റെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും കുറയുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ക്ലോസ് ആയിട്ട് എഴുതുക. ഓക്കെ, സോ ഇവിടെ കുറച്ച് ടിപ്സ് കൊടുത്തിട്ടുണ്ട്. സബ്ജക്ട് ലൈൻ നമ്മൾ പറഞ്ഞു, റെസിപ്പിയന്റിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് സാലുറ്റേഷൻ ആണ്, നമ്മൾ പറഞ്ഞു. കീപ് ഇറ്റ് ഫോക്കസ്ഡ്, ചെറുതാക്കുക. ഇൻക്ലൂഡ് എ സിഗ്നേച്ചർ, താഴെ യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യോഴ്സ് സിൻസിയർലി നിങ്ങളുടെ പേര് നിർബന്ധമായും കൊടുക്കുക. പ്രൂഫ് റീഡ് ചെയ്യുക. ഒരു പ്രൊഫഷണൽ ഇമെയിൽ ആകുമ്പോൾ നേരെ ടൈപ്പ് ചെയ്ത് അയക്കാതെ, അയക്കുന്നതിന് മുമ്പ് അക്കോർഡിംഗ് ടു പുതിയ അപ്ഡേഷൻസ് പ്രകാരം എല്ലാം ലെഫ്റ്റിലാണ് നമ്മൾ കൊടുക്കുക, റൈറ്റിലല്ല. നമ്മളെല്ലാം ലെഫ്റ്റിലാണ്. യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി, നമ്മുടെ സൈൻ എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് കൊടുക്കുക, ദാറ്റ് ഇസ് മാർജിൻ സൈഡ്.
പ്രൂഫ് റീഡ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ സ്വന്തം പ്രൂഫ് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് പ്രൂഫ് റീഡ് ചെയ്യിപ്പിക്കുക. ദെൻ നമ്മളൊരു പ്രൊഫഷണൽ ഇമെയിൽ അഡ്രസ്, അതായത് ഇപ്പോ ചിലരുടെ മെയിൽ അഡ്രസ് കാണാം, എന്താണ് rockstar@123, ഷൈനിങ് സ്റ്റാർ, അങ്ങനത്തെ പേരുകളൊന്നും അല്ലാതെ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ, നിങ്ങളുടെ ഐഡന്റിറ്റി ഉള്ളത്, ദാറ്റ് ഇസ് ഹംന താജു, അല്ലെങ്കിൽ സുധീർ AV, അല്ലെങ്കിൽ വിദ്യ യു, മറിയം മഹി, നിങ്ങളുടെ കറക്റ്റ് പേരുള്ള ഒരു പ്രൊഫഷണൽ മെയിൽ ഐ ഡി കീപ്പ് ചെയ്യുക. ഓക്കെ, അല്ലാതെ ഒരു മെയില് വരുമ്പോ അത് ആരാണ് എന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ഇമെയിൽ അഡ്രസ് ആവരുത്. ദെൻ സ്ലാങ്സും ഇമോജീസും യൂസ് ചെയ്യരുത്. ഓക്കെ, സ്ലാങ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ബൈ ദിസ് ടൈം അറിയേണ്ടതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് ഇസ് റിപ്പോർട്ട് റൈറ്റിംഗ്. ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ നമ്മൾ പല കാര്യങ്ങളും പല സമയത്തും റിപ്പോർട്ട് എഴുതേണ്ടി വരും. ഓക്കെ, അതിപ്പോ നമ്മൾ ഏതെങ്കിലും ടീം ലീഡർ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ടീമിന്റെ വീക്ക് പെർഫോമൻസ് ആവാം, മന്ത്ലി പെർഫോമൻസ് ആവാം, അത് ഓരോ കമ്പനി ആവശ്യപ്പെടുന്ന അനുസരിച്ചിരിക്കും. ഓക്കെ, ദെൻ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടത്തിയാല്, ഫോർ എക്സാമ്പിൾ ഐ വർക്ക് ഇൻ ആൻ NGO, ഞാനൊരു NGOയിലുണ്ട്. സോ ആ NGOയിൽ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും റാൻഡം ആയിട്ട് ഒരാളെ ആ ഒരു മീറ്റിംഗിന്റെ മിനിറ്റ്സ്, അതായത് ആ മീറ്റിംഗിൽ മേജർ ആയിട്ട് എന്ത് ഡിസ്കസ് ചെയ്തു എന്നുള്ള മിനിറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്യും. സോ റിപ്പോർട്ട് റൈറ്റിംഗ് പല രീതിയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ക്യാമ്പയിൻ നടത്താൻ പ്ലാൻ ചെയ്തു, ആ പ്ലാനിങ്ങിന്റെ റിപ്പോർട്ട് ആവാം. ഓക്കെ, സോ റിപ്പോർട്ട് പല രീതിയിൽ പല കാര്യങ്ങളില്. ഇനി ഡൗട്ട്സ് ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. എന്തായിരുന്നു പ്രൊഫഷണൽ റിപ്പോർട്ട് റൈറ്റിംഗ്? പല ആവശ്യങ്ങൾക്ക് നമ്മൾ റിപ്പോർട്ട് എഴുതും. നമ്മളുടെ മാനേജേഴ്സിന് എന്തെങ്കിലും കാര്യത്തിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും, പബ്ലിക്കിന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഇസ് എന്താണ് പറയാ, നമ്മുടെ പ്രൊഡക്റ്റ് ഇത്ര പേര് വാങ്ങിച്ചു, ഇത്ര പേര് നല്ല ഫീഡ്ബാക്ക് തന്നു എന്ന രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് ഉണ്ടാവാം, പല രീതിയിലുള്ള റിപ്പോർട്ട്സ് ഉണ്ടാവും. സോ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർക്കാണ് നമ്മൾ റിപ്പോർട്ട് എഴുതുന്നത്, ആർക്കാണ്. ഐഡന്റിഫൈ യുവർ ഓഡിയൻസ്. നമ്മളുടെ മാനേജറിനാണോ, നമ്മളുടെ കൊലീഗിനാണോ, നമ്മളുടെ ടീം മേറ്റ്സിന് വായിക്കാൻ വേണ്ടിയിട്ടാണോ, നമ്മൾ കോമൺ പബ്ലിക്കിന് വേണ്ടിയിട്ടാണോ, ആർക്കാണ് നമ്മൾ ഈ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാം. നെക്സ്റ്റ് തിങ് ഇസ് എന്തൊക്കെ ഇൻഫർമേഷൻ, ഡിസൈഡ് വിച്ച് ഇൻഫർമേഷൻ യു വിൽ ഇൻക്ലൂഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. രണ്ടാമത്തത്, കുറെ ഇൻഫർമേഷൻസ് ഉണ്ടാവില്ല, എല്ലാം കൂടെ ഒറ്റ പേജിൽ എഴുതല്ലോ, അതിന് സ്ട്രക്ചർ ഉണ്ടാക്കുക. നമ്മളുടെ ഇൻഫർമേഷൻ ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്ന് സ്ട്രക്ചർ ഉണ്ടാക്കുക. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിനൊക്കെ ഒരു സ്ട്രക്ചർ ഇല്ലേ? ആദ്യം നിങ്ങൾക്ക് പ്രൊഫഷണൽ സാധനങ്ങൾ പഠിപ്പിച്ചിട്ടാണോ ബേസിക്സ് പഠിപ്പിച്ചത്? അല്ല, നമ്മൾ വളരെ ബേസിക്സ്, ഈസ്, വാസ്, ടെൻസസ്, അതെല്ലാം കഴിഞ്ഞു. സെന്റൻസ് ഫോർമേഷൻ പഠിച്ചു, SVO എന്ന ഒരു ഫോർമേഷൻ പഠിച്ചു. അതിൽ നിന്ന് നമ്മൾ ഡേ ബൈ ഡേ ഓരോ സ്റ്റെപ്പ് ിലേക്ക് വരികയാണ് അല്ലെ. സോ വി ഫോളോ സ്ട്രക്ചർ. ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ സ്ട്രക്ചർ. ഫസ്റ്റ് പേജിൽ ടൈറ്റിൽ, അത് എന്താണ്, റിപ്പോർട്ട് ഓൺ എന്താണ്, റിപ്പോർട്ട് ഓൺ പ്ലാനിങ് ഫോർ ദ ക്യാമ്പയിൻ, അല്ലെങ്കിൽ റിപ്പോർട്ട് ഓൺ ദ പ്രോഡക്റ്റ് റിവ്യൂ, പ്രോഡക്റ്റിന് കിട്ടിയ റിവ്യൂസിന്റെ ഒരു റിപ്പോർട്ട് ആയിരിക്കാം. റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് കൊടുക്കുക. രണ്ടാമത്തത് അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു റിപ്പോർട്ടിൽ മുഴുവനായിട്ട് എന്താണുള്ളത് എന്നുള്ളൊരു കുഞ്ഞി സമ്മറി. ദിസ് റിപ്പോർട്ട് ഇസ് presented for the purpose of this and this, അല്ലെങ്കിൽ this report intends to, ഈ റിപ്പോർട്ടിന്റെ ഉദ്ദേശം ഇന്നതാണ്. ഈ റിപ്പോർട്ടിന്റെ ഉദ്ദേശം ഒരു കൊല്ലം നടന്ന് പ്രൊഡക്റ്റ് റിവ്യൂസിന്റെ ഒരു കൺക്ലൂഷൻ ആണ് എന്ന രീതിയിൽ എന്തിനെ കുറിച്ചാണ് ആ റിപ്പോർട്ട് എന്നുള്ളത് പറയലാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. വലിയ റിപ്പോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗിൽ ഉണ്ടാവില്ലേ കണ്ടന്റ്സ്, ദാറ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ പേജ് നമ്പർ 7, then introduction to this പേജ് നമ്പർ 8 എന്നൊക്കെ പറഞ്ഞൊരു കണ്ടന്റ് ടേബിൾ ഉണ്ടാവില്ലേ. വലിയതൊരു 10 പേജിലധികമുള്ള റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കുക. സോ ദാറ്റ് എന്താണ്, പ്രൊഫഷണൽ സെറ്റപ്പിൽ ആർക്കും അധികം സമയമില്ല. സോ സമയമില്ലാത്തവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് നേരെ പോയി നോക്കാൻ വേണ്ടിയിട്ട്. സോ പിന്നെ റിപ്പോർട്ട് എഴുതി തുടങ്ങുക. റിപ്പോർട്ടിന് ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് പേർപ്പസ് ഓഫ് റൈറ്റിംഗ് റിപ്പോർട്ട് എന്ന് എഴുതുക. പിന്നെ ബോഡി, ദാറ്റ് ഇസ് എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. For example, in the campaign, we discussed about different campaigning methods to make the thought back reach into the public. പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യത്തിനും ഒരു ബോഡി, എന്തൊക്കെ ഡിസ്കഷൻ നടന്നു എന്നുള്ള ഒരു ബോഡി കൊടുക്കുക. ഫൈനൽ വൺ, കൺക്ലൂഷൻ. അതായത് നമ്മളുടെ ഈ ഡിസ്കഷന്റെ കൺക്ലൂഷൻ എന്തായിരുന്നു, നമ്മൾ തീരുമാനിച്ചത് എന്താണ്, ആൻഡ് നമ്മളുടെ റെക്കമെൻഡേഷൻ. ഇപ്പൊ മാനേജറിനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് കൊടുക്കുക, അതായത്
സോ കൺക്ലൂഷൻ ഇതാണ്, വി ഓൾസോ റിക്വസ്റ്റ് യു, അതായത് എന്തെങ്കിലും ഫണ്ട് അലക്കേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ആവാം, കൂടുതൽ ടീം മെമ്പേഴ്സിന് ആവശ്യപ്പെട്ടുള്ള റിക്വസ്റ്റ് ആവാം. ഇനി പബ്ലിക്കിനാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റ് ഈ ഒരു കൊല്ലം ഇത്ര പേര് യൂസ് ചെയ്തു എന്നതായിരിക്കാം നമ്മുടെ റിപ്പോർട്ട്. സോ വി ക്യാൻ റെക്കമെൻഡ് പീപ്പിൾ. ഓക്കെ, സോ ഒരു റിപ്പോർട്ട് എന്തിനാണ് എന്നുള്ള രീതിയിൽ അത് കൺക്ലൂഡ് ചെയ്യുക. ദെൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിപ്പോർട്ട്സിൽ പ്രൊഫഷണൽ ലാംഗ്വേജ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് റിപ്പോർട്ട് ഒരുപാട് പേരിലേക്ക് എത്തിക്കേണ്ട സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ പ്രൂഫ് റീഡ് ചെയ്യുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യുക. ഓക്കെ, സോ പ്രൊഫഷണൽ ഇമെയിലും റിപ്പോർട്ട് റൈറ്റിംഗും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ നിങ്ങളെ കുറിച്ച് ചെറിയൊരു ഇമെയിൽ കണ്ടന്റ് ലൈക്ക് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ചാണ്, ബട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഇന്ന് ടൈമില്ല. ആൻഡ് ഒരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ ഹിസ്റ്ററി ചോദിച്ചിരുന്നു അല്ലെ, ബ്രിട്ടീഷ് ഹിസ്റ്ററി. ഓക്കെ, ആക്ച്വലി ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഐ കുഡന്റ് ലുക്ക് ഇൻ ടു ഇറ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ മറന്നിട്ടില്ല എന്ന് റിമൈൻഡ് ചെയ്തതാണ് കേട്ടോ. അത് ചോദിച്ച ആളെവിടെ ഉണ്ടോ? ചോദിച്ച ആളുടെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, എന്തായാലും നമ്മൾ മറന്നു പോവില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ എനി ക്വസ്റ്റ്യൻസ്? ഇറ്റ്സ് യുവർ ക്വസ്റ്റ്യൻ ആൻസർ ടൈം. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രൊവൈഡ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 86 ടാസ്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ടാസ്കുകൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വ്യത്യാസങ്ങളോ വരുത്തണം എന്നുണ്ടെങ്കിൽ അത് പറയാം. ഓൾസോ അബൌട്ട് മൈ സെഷൻസ് ഇങ്ങനെ ആക്കിയാൽ ബെറ്റർ ആവും, സെഷൻസിൽ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, ആൻഡ് അടുത്ത ട്യൂസ്ഡേ ആയിരിക്കില്ല നിങ്ങളുടെ ക്ലാസ്, അടുത്ത സൺഡേ ആണ് കേട്ടോ ക്ലാസ്. ദാറ്റ് ഇസ് ഡേറ്റ് വരുമ്പോ 17th അല്ലേ ക്ലാസ് വരുന്നത്? യെസ്, സൺഡേ ആണ് കേട്ടോ ക്ലാസ് വരുന്നത്. ഓക്കെ, സോ ആരും മറക്കണ്ട. ബിഫോർ യു ലീവ് പ്ലീസ് ടേക്ക് നോട്ട്. ട്യൂസ്ഡേ ആയിരിക്കില്ല ക്ലാസ്, 17th കേട്ടോ ക്ലാസ്. ഓക്കെ, ഡിസംബർ 17th നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്. റിപ്പോർട്ട് റൈറ്റിംഗ് എത്ര വേർഡ്സ് വരണം അത് നമ്മളുടെ പേർപ്പസ് അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 പേജ് റിപ്പോർട്ട്, നമ്മളൊരു മീറ്റിംഗ് നടത്തി, മാനേജർ ആബ്സെന്റ് ആയിരുന്നു, മാനേജറിന് ഒരു 1 പേജ് ഒരു മിനി റിപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ അറൌണ്ട് ഒരു 350 to 500 വേർഡ്സ് മതി ആ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കൺവേ ചെയ്യുക. പക്ഷെ നമ്മൾ പബ്ലിക്കിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് റിവ്യൂവിന്റെ ഒരു റിപ്പോർട്ട് ഇറക്കുകയാണ്. ഇറ്റ് ഷുഡ് ബി കൺവിൻസിംഗ്. ദാറ്റ് ക്യാൻ ബി അപ് ടു 10-15 പേജസ്. നമ്മുടെ ഓഡിയൻസ് ആരാണ്, പേർപ്പസ് എന്താണ് എന്നതൊക്കെ അനുസരിച്ച് നമ്മുടെ റിപ്പോർട്ട് മാറും. ആൻഡ് ഓൾസോ കമ്പനി സെറ്റപ്പുകളിൽ റിസർച്ചുകൾ നടത്തുകയും അതിന്റെ റിപ്പോർട്ടും പബ്ലിഷ് ചെയ്യും. അതിന്റെ റിപ്പോർട്ട്സും പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ 10 to 15 പേജ് ഉണ്ടാവും. ഓക്കെ, സോ എത്ര വേർഡ് എന്ന് കൃത്യം പറയാൻ പറ്റില്ല. മാം, ഹൗ ടു പ്രൂഫ് റീഡ് ഇമെയിൽ? പ്രൂഫ് റീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടോ? നേരത്തെ ആരോ ഗ്രാമർലി പറഞ്ഞിരുന്നു, ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ആപ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയ സംഭവം അല്ലേ, അത് എഡിറ്റ് ചെയ്യാൻ നമ്മൾ തന്നെ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കൊലീഗ്സിനെ കൊണ്ട് വായിപ്പിക്കാം. ഓക്കെ, അതായത് നിങ്ങളെക്കാൾ ഇംഗ്ലീഷിൽ കോമ്പീറ്റന്റ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങളെക്കാൾ ബെറ്റർ ആയ ഒരാൾ ഇയാളാണ് എങ്കിൽ അവരെ കൊണ്ട് വായിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മൾ വായിച്ചൊരു സംഭവം മറ്റൊരാൾക്ക് കൊടുത്താൽ തന്നെ. ഇപ്പൊ ഞാൻ ലൈക്ക് മിസ്റ്റേക്സ് പ്രൂഫ് റീഡ് ചെയ്യുന്നത് മിസ്റ്റേക്സിന് മാത്രമല്ല, ചില സംഭവങ്ങൾ ബെറ്റർ ആയിട്ട് ഫ്രെയിം ചെയ്യാനും കൂടെയാണ്. ഓക്കെ, സോ പ്രൂഫ് റീഡ് നമ്മൾ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ പ്രൂഫ് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാം. സാലുറ്റേഷൻ എന്താണ്? നമ്മളൊരു മെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെസ്പെക്റ്റഡ് സർ, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മാനേജർ, റെസ്പെക്റ്റഡ് മാഡം എന്ന് കൊടുക്കില്ലേ, അതിനെയാണ് കേട്ടോ സാലുറ്റേഷൻ എന്ന് പറയുന്നത്. എവ്രിവൺസ് ഡൗട്ട് ഇസ് ക്ലിയർഡ്. സോ വിത്ത് ദാറ്റ് നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. See you all on next Sunday. Thank you so much.